ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊന്ന് ശമൂവേലിൻ്റെ ബുക്കിൽ ഹന്ന എന്നൊരു വ്യക്തിയെ കാണാം. ഹന്നയുടെ പ്രതിയോഗി അവളെ എപ്പോഴും മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ ഹന്നയുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുമൂലം അവൾ വളരെ വിഷമത്തിലായിരുന്നു. അവൾ വളരെ കരയുകയും പട്ടിണി കിടക്കുകയും ഒക്കെ ചെയ്തു. സ്വയം പഴിക്കുകയും വല്ലാത്ത വേദനയിലായിരുന്നു അവൾ. എന്നാൽ ഇങ്ങനെ ഒത്തിരി കരഞ്ഞ് പട്ടിണി കിടന്നുകൊണ്ടൊന്നും അവളുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നില്ല. എപ്പോഴും ഇങ്ങനെ പ്രതിയോഗി മുഷിപ്പിച്ചുകൊണ്ടിരിക്കും, ഇവൾ കരയും പട്ടിണി കിടക്കും, എന്നാൽ അവസ്ഥയ്ക്കൊരു മാറ്റമില്ലാത്ത അനുഭവമായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിക്കഴിയുമ്പം കാണാം, അവൾ യഹോവയുടെ സന്നിധി പോയിട്ട് അവളുടെ ഹൃദയത്തെ പകർന്നു. ഉള്ളിലുള്ള സങ്കടമെല്ലാം കർത്താവിൻ്റെ സന്നിധി ചെന്നങ്ങ് പകർന്നു കഴിഞ്ഞപ്പം പിന്നെ അവളുടെ മുഖം വാടിയില്ല. അവൾക്കൊരു ഉറപ്പ് കിട്ടി, അവളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. മുമ്പേ അവളുടെ അതേ കാര്യത്തിലൂടെ തന്നെ അവൾക്ക് അന്നേരം ഉടനെ തന്നെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും അവളുടെ ആ കാഴ്ചപ്പാട് അവൾ മാറ്റിക്കഴിഞ്ഞപ്പം അവളുടെ മനസ്സിന് ധൈര്യം ലഭിച്ചു. അത്ര നാൾ അവൾ കരഞ്ഞ് പട്ടിണി കിടന്നിട്ടും അവൾക്ക് യാതൊരു മനസ്സിനൊരു മാറ്റവും ലഭിച്ചില്ലെങ്കിലും ദൈവസന്നിധി വന്ന് അവളുടെ ഹൃദയത്തെ പകർന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ധൈര്യം ലഭിച്ചു. വചനം കാണുന്നു, പിന്നെ അവളുടെ മുഖം വാടിയതില്ല. പിന്നെ അവൾ സങ്കടപ്പെട്ട് വെറുതെ വാടിക്കൊണ്ട് നടന്നില്ല. അവൾക്കൊരു ധൈര്യം കിട്ടി. ദൈവം അവൾക്ക് തക്ക സമയത്ത് ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രതിയോഗികൾ ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ വിഷമിപ്പിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഏതൊരു അവസ്ഥയിലും നമ്മളും പലപ്പോഴും ദൈവസന്നിധി പോയി ഒന്ന് നിലവിളിക്കാൻ കഴിയാതെ നമ്മൾ സ്വയം പഴിച്ചുകൊണ്ട് പട്ടിണി കിടക്കുകയും സങ്കടപ്പെടുകയും നമ്മൾ തന്നെ പഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഹന്നയെ പോലെ ദൈവസന്നിധി പോയിട്ട് ഹൃദയം ഒന്ന് പകരുവാൻ കഴിഞ്ഞാൽ ആ വിഷയത്തിന് പിന്നെ നാം ദുഃഖിക്കേണ്ടി വരത്തില്ല. നമ്മുടെ ഹൃദയം നമുക്ക് ദൈവസന്നിധി പോയി പകരാം. ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയിലാണോ, ഏതെല്ലാം പഴി കേട്ടിട്ട് നിന്ദിക്കപ്പെട്ടിട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉള്ള നിന്ദകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവസന്നിധി പോയിട്ട് ഹൃദയം ഒന്ന് പകരാം. ദൈവസന്നിധി പോയി ഹൃദയം പകർന്നു കഴിയുമ്പോൾ ദൈവം അതിന്മേലൊരു വിടുതൽ അയക്കും. ഉടനെ മറുപടി ലഭിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം ലഭിക്കും. പിന്നെ സങ്കടപ്പെട്ട് നടക്കേണ്ട അവസ്ഥ വരികയില്ല. പിന്നീട് തീർച്ചയായിട്ടും ദൈവം ആ വിഷയത്തിൽ നമുക്ക് വേണ്ടി ഒരു മറുപടി അയക്കും. ഇത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഹന്നയെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ, ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ദൈവസന്നിധി കൊണ്ട് പകരാം. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.